ഹലോ മുത്തുമണീസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി കണ്ടാലോ? വരൂ, അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയുള്ളി വേണം, മല്ലിയില വേണം, ചുവന്ന മുളക് വേണം, വലിയ ജീരകം വേണം, ഇഞ്ചി വെളുത്തുള്ളി വേണം, കറിവേപ്പില വേണം. ഈ കറിക്ക് കറിവേപ്പില കുറച്ച് അധികം എടുക്കണം കേട്ടോ. നമ്മൾ സാധാരണ കുറച്ചല്ലേ കറിക്ക് എടുക്കലുള്ളൂ, ഈ കറിക്ക് കുറച്ച് അധികം എടുക്കണം. ഇതെല്ലാം കൂടി ഫൈനായിട്ട് അരച്ചെടുക്കരുത്, എന്നാൽ ചതച്ചെടുക്കുകയല്ല, ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. അത് ചിക്കൻ്റെ പീസിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു 10-15 മിനിറ്റ് നമ്മൾ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് മാത്രമല്ല കേട്ടോ, കൂട്ടത്തിൽ കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിനു മുന്നേ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി അതിലേക്ക് ബാക്കി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാശ്മീരി മുളക് പൊടി വേണം, ഉപ്പ് വേണം, കുരുമുളക് പൊടി വേണം, മല്ലിപ്പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, കോൺഫ്ലവർ വേണം, സുർക്ക വേണം. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അതിൽ കോഴിമുട്ടയും കൂടിയും ചേർക്കണം. ഒരു കോഴിമുട്ടയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കനിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ട് വെക്കുക. അത് ചുരുങ്ങിയത് 1 മണിക്കൂർ വെക്കണം കേട്ടോ. പെട്ടെന്ന് ഫ്രൈ ചെയ്യരുത്. ഇതെടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അത്യാവശ്യം ഒരു തണുത്തിരിക്കട്ടെ. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. 1 മണിക്കൂർ എന്നല്ല കേട്ടോ, ചിലപ്പോൾ 2 മണിക്കൂറോ 3 മണിക്കൂറോ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എത്ര വെച്ചാൽ വെക്കാം. ചുരുങ്ങിയത് 1 മണിക്കൂർ എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലാണ് പൊരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ചിക്കൻ്റെ മുകൾ ഭാഗത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോരോ പീസായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ എല്ലാ വീഡിയോയിലും പറയണ പോലെ ആരും തീ കൂട്ടി വെച്ചിട്ട് വേവിക്കരുത്. മസാല പെട്ടെന്ന് കരിഞ്ഞു പോയാൽ ഉൾഭാഗം വേവില്ല. അതിൻ്റെ പേരിലാണ് വീണ്ടും പറയുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് തീ കൂട്ടി വെക്കുക, എന്നിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ മൂടി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ കുക്കായിട്ടുണ്ടോയെന്ന്. അടിഭാഗമൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി മൂടി വെച്ചിട്ട് വേവിക്കാം. നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ അതാ 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഒന്നും കൂടി വേവാനുണ്ട്. അപ്പോൾ ഒന്നും കൂടി മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ അതാ ഫുൾ വെന്ത് വന്നിട്ടുണ്ട്, ഫുൾ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം.